പോകുന്ന വിഷമം ആരാധകരോട് പങ്കുവച്ച് സീരിയൽ താരം ശ്രുതി രജനീകാന്ത്. ദുബായിൽ പുതിയ ജോലി കിട്ടിയതുകൊണ്ട് അവിടേക്ക് താമസം മാറുകയാണ് എന്നാണ് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ശ്രുതി പറയുന്നത്. താൻ ഏറെ ആഗ്രഹിച്ച ജോലിയാണ് കിട്ടിയതെന്നും അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും പോകുന്നതിനും ശ്രുതി പറയുന്നു. നാട് വിട്ടു പോകുന്നതിൻ്റെ വിഷമം കാരണം കരഞ്ഞു കണ്ണുകൾ വീർത്തെന്ന് പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത്. അടുത്തിടെ ശ്രുതി ഒരു പോക്കറ്റ് പെർഫ്യൂം ബിസിനസ് ആരംഭിച്ചിരുന്നു. പെർഫ്യൂം ഓർഡർ നൽകിയവർ വിഷമിക്കേണ്ടെന്നും ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ സ്റ്റാഫ് ഉണ്ടാകുമെന്നും ശ്രുതി പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഫ്രീ മൈഗ്രേറ്റിംഗ് പ്രിപ്പറേഷൻ വ്ളോഗാണിത്. എനിക്ക് ദുബായിൽ ജോലി കിട്ടി. ഞാൻ ദുബായിക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഓരോന്നിനോടും ജീവനില്ലാത്ത സാധനങ്ങളോട് പോലും ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. സാധാരണ ഞാൻ ജോലിക്ക് പോയി ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വരുന്നതാണ്. പക്ഷേ ഇനി അത് പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചുപ്പിയോടുള്ള മുഖം കണ്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു. അവനിനി എന്നും കാണാൻ പറ്റില്ല, പിടിച്ച് ഞെക്കാൻ പറ്റില്ല, ഉമ്മ വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഇന്നലെ ഞാൻ അവനെ വീട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത്. ദുബായിൽ നായെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇനി വരുമ്പോൾ കാണാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അവർ ലീവ് തരുമ്പോഴല്ലേ വരാൻ പറ്റൂ. ഭയങ്കര വ്യത്യസ്തമായ ഒരു ലോകത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമം വന്നു. അങ്ങനെ കരഞ്ഞ് കണ്ണ് ചീഞ്ഞു പഴുത്തിരിക്കുകയായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു ബിസിനസ് ഉടമ എന്ന നിലയിലും വ്യക്തിപരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്നലെ രാത്രി കുറേ ചെയ്തു. ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഈ വരുന്ന മാർച്ച് 29-നാണ് പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് കുറേ പണിയുണ്ട്. ഞാൻ പോയെന്ന് കരുതി എൻ്റെ പെർഫ്യൂം പ്രൊജക്റ്റിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഈ ഫ്ലാറ്റ് വിടുന്നില്ല. പെർഫ്യൂം പ്രൊജക്ട്സിൻ്റെ സാധനങ്ങൾ ഇവിടെ തന്നെയാണുള്ളത്. അത് മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വച്ചിട്ടാണ് പോകുന്നത്. ഇത് തീരുമ്പോഴേക്കും ഞാൻ വരും. ഒരു 2 ദിവസമെങ്കിലും വന്ന് ഇത് ചെയ്തു വെച്ചിട്ട് പോകും. ബാക്കി പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ പിള്ളേരുണ്ട്. നിങ്ങൾക്ക് കൃത്യസമയത്ത് വേണ്ട സാധനം കിട്ടിയിരിക്കും. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇന്നുണ്ട്. ഒരു 2000-ഓളം പീസിൻ്റെ ഓർഡറുണ്ട്. അതെല്ലാം ഇന്ന് തന്നെ ചെയ്തു വെക്കണം. എനിക്ക് മൈസൂർ രാമൻ ഇഡ്ഡലി കഴിക്കണം. ഇന്നലെ രാത്രിയിൽ ഇതൊക്കെയായിരുന്നു എനിക്ക് തോന്നിയത്. എനിക്ക് മൈസൂർ രാമൻ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമാണ്. അതിന് ദുബായി പോയാൽ എപ്പോൾ വന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്തവണ വിഷു ഒക്കെ ദുബായിലാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മളുടെ മിനിയേച്ചർ പെർഫ്യൂംസ് ലോഞ്ചായിട്ടുണ്ട്. 500 രൂപയുടെ താഴെയാണ് നമുക്ക് ബഡ്ജറ്റ് വരുന്നത്. 500 രൂപയുടെ താഴെ 3 എണ്ണം നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ടാകും. അച്ഛൻ്റെ കുടുംബത്തിൽ പൂജ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞാൻ മഴയും കണ്ട് കുടുംബത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ടിക്കറ്റ് വന്നു. ഈ വീഡിയോ പല ദിവസമായി ഞാൻ ചെയ്തതാണ്. എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞു. ഇവിടെ നിന്ന് പോകുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പോകുന്നതല്ല, ഞാൻ ജോലി കിട്ടി പോകുകയാണ്. ദുബായിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാമെന്ന് ശ്രുതി രജനീകാന്ത് പറഞ്ഞു.